നമ്മൾ സംശയിക്കുന്ന കാര്യം അവിടെ ദേവസ്വം ബെഞ്ച് ഈ കാര്യത്തിൽ SITയുടെ അന്വേഷണത്തിൽ എല്ലാ അനുമോദനങ്ങളും കൊടുത്തു, അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത്, നേരായ മാർഗത്തിൽ കൂടി തന്നെയാണ് അന്വേഷണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഈ നിരീക്ഷണം വരുന്നു, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ചില കമൻറ്റുകൾ വരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ അന്വേഷണത്തെ സഹായിക്കുകയാണോ ചെയ്യുന്നത് എന്ന സംശയം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. 2004 തന്ത്രി അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുമ്പോൾ അവിടെ തന്ത്രിയുമായാണ് ആകെ ബന്ധമുള്ളത് എന്നത് നമുക്കറിയാം. അത് എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയും ഈ തന്ത്രി തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. ഈ രുദ്ധം ജ്വല്ലറിയിൽ പൂജ ചെയ്യാൻ പോയത് തന്ത്രിയാണ് എന്നുള്ളത് നമുക്കറിയാം. തന്ത്രിയുടെ കയ്യിലായിരുന്നു വാജിവാഹനം എന്നുള്ളത് നമുക്കറിയാം. ഈ വിവാദം ഉണ്ടായപ്പോഴാണ് അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് എന്ന് നമുക്കറിയാം. ഈ വാജിവാഹനം മറ്റെവിടെയെങ്കിലുമൊക്കെ പൂജയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യം നമുക്കറിയാം. അല്ലെങ്കിൽ ഇത് വിശ്വാസികൾ തന്നെ ചർച്ചയ്ക്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാജിവാഹനം എന്നത് മൃതാവസ്ഥയിലുള്ള ഒന്നാണല്ലോ, മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് പൂജയ്ക്ക് കൊണ്ടുപോവുക, അങ്ങനെ അത് തന്ത്രി എന്തിനാണ് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ള ചോദ്യം വിശ്വാസികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണം പോകേണ്ടത് എങ്ങോട്ടാണ് എന്ന് ഇനിയിപ്പോൾ SITക്കോ അല്ലെങ്കിൽ അതിന് നിരീക്ഷണം കൊടുക്കുന്ന കോടതിക്ക് തന്നെയോ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത കുറവ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യവും നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ മുഴുവൻ വിവരങ്ങളും SIT പുറത്തുവിടുന്നില്ല, അല്ലെങ്കിൽ കോടതി പുറത്തുവിടുന്നില്ല. എങ്കിലും മാറി നിന്ന് നിരീക്ഷിക്കുമ്പോഴും ഈ വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ സഞ്ചരിക്കുമ്പോഴും സംശയിക്കാവുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നതാണ് വസ്തുതാപരമായി നിൽക്കുന്നത്. ഇതിലെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളുടെ തലമെടുത്താൽ സംശയമില്ലാതെ തന്നെ ഈ പറയുന്ന എങ്ങനെയാണ് UPAയുടെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിക്ക് മുന്നിൽ ഈ സ്വർണ്ണക്കൊള്ളക്കാർക്ക് എത്താവുന്ന സാഹചര്യം ഉണ്ടായത്, ആരാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്, എങ്ങനെയാണ് അടൂർ പ്രകാശിനും ആന്റണിക്കുമൊക്കെ ഈ ബന്ധം ആ നിലയ്ക്ക് ഉള്ളത് എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് ഇടതുമുന്നണിയും സർക്കാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആ നിലയ്ക്കുള്ള ഏറ്റുമുട്ടലുകളുടെ ദിവസങ്ങളായിരിക്കും. മാത്രമല്ല, ഈ ഡി മണി എന്നത് ദാവൂദ് മണിയാണോ എന്ന ചർച്ച വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനെ വേറൊരു തരത്തിൽ വർഗീയമായി ചർച്ച ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഡി മണി എന്നത് ചെന്നൈയിലുള്ള ഒരു കച്ചവടക്കാരനാണെന്നും അതല്ല ദുബായ് മണി എന്നതാണ് ഡി മണി എന്നുമൊക്കെയുള്ള പലതരം ചർച്ച നടക്കുന്നു. യഥാർത്ഥ ഡി മണി ആരാണെന്ന് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ SIT പിടിച്ചുകൊണ്ടുവരുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാം.